യു ഡി എഫിലേക്ക് പോകണമെങ്കിൽ KTDC സ്ഥാനത്ത് നിന്ന് ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസ്സാലെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഒഫീഷ്യലായിട്ട് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല, ആരുടെയും നിർദ്ദേശമില്ല. ഒരു നിർദ്ദേശവും ഇല്ലാതെ ഏതോ ഒരു ചാനൽ, ആളുകൾ കാണുന്ന ചാനലൊന്നുമല്ല, ഒരു ചാനൽ പിന്നെ ആരുടെ ഏതോ ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഞാൻ ഈ രാജിവെക്കുന്നത്. എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ വിവരം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഒരു കമ്മിറ്റിയുടെയും ഒരു നിർദ്ദേശവും എനിക്ക് കിട്ടുന്നിട്ടില്ല. ഇത് ഞാൻ സ്വമനസാലെടുത്ത തീരുമാനമാണ്. മാത്രമല്ല എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 5 വർഷക്കാലം KTDCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഡയറക്ടർ ബോർഡും ബന്ധപ്പെട്ട വകുപ്പും KTDCയിലെ ഹയറാർക്കിയും അവിടെയുള്ള സാധാരണ ജീവനക്കാരും ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള കലക്റ്റീവായ ഫങ്ഷനിങ്ങിൻ്റെ ഭാഗമായി, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു 15 വർഷത്തിനിപ്പുറം ഇതാദ്യമായി KTDC ലാഭത്തിലായ വർഷമാണ് കഴിഞ്ഞ 2 വർഷം. ഒരിക്കൽ ലാഭത്തിലായത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു 2022-23, 23-24 ഇത് ലാഭത്തിലേക്ക് മാറ്റാൻ KTDCയിൽ കഴിഞ്ഞ 15 കൊല്ലക്കാലത്തിനിപ്പുറം ആദ്യമായി സാധിച്ചു. അതിൻ്റെ ഞാൻ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. അതിൻ്റെ കാരണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതും UDF ആയിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സണ്ണി ജോസഫ് ഞാനുമായിട്ട് എന്ത് ബന്ധമാണ്? ഞാൻ ഏത് ഈ സെക്കൻഡ് വരെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ഒരക്ഷരം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരു UDF നേതാക്കളുമായിട്ടും ഞാൻ എൻ്റെ ചേരിമാറ്റം സംബന്ധിച്ച് ഒരു കാര്യം സംസാരിച്ചതായി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനങ്ങ് ചെയ്യാം. ഇത് KTDCയിൽ നിന്ന് ഉള്ള രാജിയാണ്. ഞാനിപ്പോൾ CPMൽ അംഗമാണ്. ഞാനിപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. മറിച്ചൊരു തീരുമാനവും ഞാൻ ഇന്നേ വരെ എടുത്തിട്ടേ ഇല്ല. അത് ഇപ്പം അങ്ങനെയാണല്ലോ. അതിൽ നിന്നൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നതാണോ? ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇതുവരെ ഇനി ചിന്തിക്കാം. നാളെ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആശയപരമായില്ല. നാളെ നിങ്ങൾ പാലക്കാട്ട് ഉണ്ടാകുമോ അതോ നിങ്ങൾ കൊച്ചിയിലുണ്ടാകുക? അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? മാർക്സിസ്റ്റ് ഐഡിയോളജി മുറുകെ പിടിക്കുന്നയാളാണ് ഞാൻ. എൻ്റെ പ്രവർത്തനങ്ങളിലുടനീളം നിങ്ങൾക്കത് കാണാൻ പറ്റും. കഴിഞ്ഞ 10-45 വർഷക്കാലമായി ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഐഡിയോളജി മാർക്സിസം ലെനിനിസത്തിൻ്റെ ഐഡിയോളജിയാണ്. അതിൻ്റെ രാഷ്ട്രീയമായ വീക്ഷണം മുറുകെ പിടിക്കുന്നയാളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് UDFയിലേക്ക് പോകുന്നത് എന്നെല്ലാം ചോദിക്കുന്നത് ശുദ്ധ ആവാസമാണ്. അല്ല, ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പ് മുതൽ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും പറയുന്നുണ്ട് PK ശശിയെ ഞങ്ങൾ പാർട്ടിയിലേക്ക് എത്തിക്കും. അതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായിട്ടും PK ശശിക്കെതിരായി മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള ചില പ്രകടനങ്ങളും ചില മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. ഇത് കാണുന്ന UDFകാർ അത് മുതലെടുക്കാൻ വേണ്ടിയുള്ള, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തൂല്ലേ? ആ ശ്രമം അവർ നടത്തിയിട്ടുണ്ടാകും. അത് ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഈ നേതാക്കന്മാർ ആരും ബന്ധപ്പെട്ടിട്ടില്ല, ഇന്നേ വരെ ബന്ധപ്പെട്ടിട്ടില്ല. ഈ സെക്കൻഡ് വരെ ബന്ധപ്പെട്ടിട്ടില്ല. ഉപയോഗിച്ചുകൊണ്ട് KPCC അത്തരത്തിലൊരു ശ്രമം VK ശ്രീകണ്ഠനും ഞാനും ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള പരിപാടി നടന്നിട്ടുണ്ട്. അതാ നമ്മളെ തിരുവിഴാങ്ങ സ്കൂളിന്റെ പേര് CPUP സ്കൂളിൽ അതിൻ്റെ 50ാം വാർഷികാഘോഷം അതുമായി ബന്ധപ്പെട്ടു അവർ ക്ഷണിച്ചത് എന്നെയും അയാളെയാണ്. അടുത്തടുത്തിരിക്കുമ്പോൾ ഈ വെട്ടിയിട്ട മരം പോലെയല്ലല്ലോ മനുഷ്യനിരിക്കുക. പരസ്പരം സംസാരിക്കും, തമാശ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു രാഷ്ട്രീയമായ കാര്യങ്ങളും അയാൾ എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല.